ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ചരക്ക് സേവന നികുതിയിൽ ഇളവ് വരുത്തി വരും തലമുറ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഗുണകരമാവുന്ന തരത്തിൽ ജിഎസ്ടി നിരക്ക് കുറയും. വരും തലമുറ ജിഎസ്ടി പരിഷ്കരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും നേർക്കണ്ണാടിയാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവോണപ്പുലരിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാടും നഗരവും മാവേലിമന്നിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഹോക്കിയിൽ ഇന്ത്യ കൊറിയ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ചരക്ക് സേവന നികുതിയിൽ ഇളവുകളും ക്രമീകരണങ്ങളും വരുത്തി കേന്ദ്ര ഗവൺമെന്റ് വരും തലമുറ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചു. സാധാരണക്കാരും ഇടത്തരക്കാരും ഉപയോഗിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും നികുതി നിരക്ക് 18% നിന്ന് 12% കുറച്ചു. 12% നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 5%ആയും ജിഎസ്ടി നിരക്ക് കുറച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. Rationalization, of course, we've reduced the slabs. There shall be only 2 slabs, and we are addressing also the issues of compensation cess. Ease of living, simplifying registration, return filing and refunds. I'm not getting into greater details. You'll get to know about it. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി, ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തുടങ്ങിയവയ്ക്ക് ജിഎസ്ടി ഒഴിവാക്കി. ഈ മാസം 22 മുതൽ നിരക്ക് മാറ്റം നിലവിൽ വരും. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% ജിഎസ്ടി പൂർണ്ണമായി എടുത്തുകളഞ്ഞു. ക്യാൻസറിനും മറ്റ് അപൂർവ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന 3 മരുന്നുകൾക്ക് ഈടാക്കിയിരുന്ന 5% ജിഎസ്ടിയും ഒഴിവാക്കി. മറ്റെല്ലാ മരുന്നുകളുടെയും ജിഎസ്ടി 12% നിന്ന് 5%ആയി കുറച്ചു. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ജിഎസ്ടി 18% നിന്ന് 5%ആയി കുറച്ചിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്. ഹെയർ ഓയിൽ, ടോയ്ലറ്റ് സോപ്പ്, അലക്ക് സോപ്പ്, ഷാംപൂ, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സൈക്കിൾ, ടേബിൾ വെയർ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഇനി മുതൽ 5% മാത്രമായിരിക്കും ജിഎസ്ടി. പാൽ, ചെന, കടല, പനീർ എന്നിവയുടെ 5% നികുതി ഒഴിവാക്കി. റൊട്ടി ഉൽപ്പന്നങ്ങൾക്കും ജിഎസ്ടി ഒഴിവ് നൽകി. നംകീൻ, ഭൂജിയ, സോസുകൾ, പാസ്ത, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചോക്ലേറ്റ്, കാപ്പിപ്പൊടി, ശീതീകരിച്ച മാംസം, കോൺഫ്ലക്സ്, വെണ്ണ, നെയ്യ് എന്നിവയ്ക്ക് 5%ആയിരിക്കും ഇനി ജിഎസ്ടി. എയർ കണ്ടീഷണർ, 32 ഇഞ്ചിൽ കൂടിയ ടിവികൾ, ഡിഷ് വാഷറുകൾ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ എന്നിവയുടെ ജിഎസ്ടി 28% നിന്ന് 18%ആയി കുറച്ചു. കാർഷികോപകരണങ്ങൾക്കും കീടനാശിനികൾക്കും 12% ഉണ്ടായിരുന്ന ജിഎസ്ടി 5%ആയി കുറച്ചിട്ടുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ലോട്ടറിയുടെയും പുകയില, പാൻ മസാല ഉൽപ്പന്നങ്ങളുടെയും ജിഎസ്ടി നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്രയും വേഗം ഗുണഫലങ്ങൾ ലഭ്യമാകുന്ന വരും തലമുറ നികുതി പരിഷ്കരണങ്ങൾ കൊണ്ടുവരണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് നികുതി നിരക്ക് കുറച്ചതെന്ന് നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങളെ അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന 56ാമത് ജിഎസ്ടി കൌൺസിൽ യോഗത്തിലാണ് പരിഷ്കരണ തീരുമാനങ്ങൾ ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും തലമുറ ജിഎസ്ടി പരിഷ്കരണത്തെ അഭിനന്ദിച്ചു. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും കർഷകർക്കും എംഎസ്എംഇകൾക്കും വനിതകൾക്കും യുവജനങ്ങൾക്കും പ്രയോജനകരമായ നിരക്കിളവ് കൊണ്ടുവരണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ജനജീവിതം സുഗമമാക്കുന്ന നിർദ്ദേശങ്ങളും ജിഎസ്ടി ക്രമീകരണങ്ങളും അടങ്ങുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. വരും തലമുറ നികുതി പരിഷ്കരണത്തിലെ ഗവൺമെന്റിന്റെ താൽപര്യം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്ന കാര്യം പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. 79ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജിഎസ്ടി പരിഷ്കരണത്തിൽ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീപാവലിക്ക് മുൻപ് ഇതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കണമെന്നും പ്രധാനമന്ത്രി തീരുമാനിച്ചിരുന്നു. ജിഎസ്ടി നിരക്ക് ക്രമീകരണം മാത്രമല്ല ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും ഘടനാപരമായ പരിഷ്കരണങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്നും ഡോക്ടർ എൽ മുരുകൻ അഭിപ്രായപ്പെട്ടു. പൊതുജനാരോഗ്യവും ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതുമായ തീരുമാനങ്ങളാണ് ജിഎസ്ടി പരിഷ്കരണത്തിലൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നതെന്ന് ഔഷധ നിർമ്മാണ മേഖല വിലയിരുത്തി. ജീവൻ രക്ഷാ മരുന്നുകൾക്കും മറ്റു മരുന്നുകൾക്കും 5% മാത്രം ജിഎസ്ടി ഈടാക്കാനെടുത്ത തീരുമാനം സമയോചിതവും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമാണെന്ന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് സെക്രട്ടറി ജനറൽ സുദർശൻ ജെയിൻ പറഞ്ഞു. മറ്റ് ഫാർമാ സംഘടനകളും ജിഎസ്ടി പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തു. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും നേർക്കണ്ണാടിയാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സങ്കല്പം പഴയ ഓണസങ്കല്പത്തെക്കാൾ ഐശ്വര്യസമൃദ്ധമായ പുതുകേരളത്തെ സൃഷ്ടിക്കുന്നതാണെന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യവെ മുഖ്യമന്ത്രി പറഞ്ഞു.
ഭക്ഷ്യവിഭവലഭ്യത ഉറപ്പുവരുത്തിയും ഓണം വിപണി സജീവമാക്കിയും ഓണത്തെ ജനകീയോത്സവമാക്കി മാറ്റാൻ ഗവൺമെന്റ് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 60 ലക്ഷം ആളുകൾക്ക് ഓണക്കാലത്ത് പെൻഷൻ വിതരണം ചെയ്തു. കേന്ദ്ര ഫണ്ട് ലഭിച്ചതോടെ നെൽകർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് സംസ്ഥാനതലത്തിൽ ഇന്നലെ ആരംഭിച്ച ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 9 വരെ തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. തിരുവനന്തപുരത്ത് 33 വേദികളിലായി 10,000-ത്തോളം കലാകാരന്മാരാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമാകുന്നത്. പരമ്പരാഗത കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക ദൃശ്യ സംഗീത പരിപാടികളും അരങ്ങേറും. 3 ദിവസങ്ങളിൽ ഡ്രോൺ ഷോയും ഉണ്ടാകും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര 9 വൈകിട്ട് മാനവീയം വീതിയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ നടത്തും. 150ഓളം ഫ്ലോട്ടുകളാകും ഇതിൽ അണിനിരക്കുക. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാകും ഈ പരിപാടികൾ എല്ലാം നടത്തുക. തിരുവോണപ്പുലരിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാടും നഗരവും മാവേലി മന്നിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിരക്കിന്റെ പരമാവധിയാണ് ഉത്രാടനാടിന്റെ പ്രത്യേകത. നാളത്തെ തിരുവോണസദ്യയ്ക്ക് ചമയങ്ങളൊരുക്കാനും മറന്നതൊക്കെ വാങ്ങിത്തീർക്കാനും ആകെ ശേഷിക്കുന്നത് ഇന്നത്തെ ഒരു പകൽ മാത്രം. അവസാന നിമിഷവും ഓണക്കോടിയും പായസ സാധനങ്ങളും പാലും പച്ചക്കറിയും വാങ്ങാൻ അങ്ങാടികളിൽ ഇന്ന് തിരക്ക് പൊടിപൊടിക്കും. ഉത്രാടപ്പാച്ചിലെന്ന ശൈലി പോലും ഈയൊരു ദിവസത്തെ തിരക്കിൽ നിന്നാണ് ഉണ്ടായത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ. പൊന്നോണം ആഘോഷിക്കാൻ അത്തം മുതൽ 10 നാൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തിൽ നാടും നഗരവും ഏറ്റവും സജീവത ഉത്രാട ദിവസമായ ഇന്നാണ്. നാളത്തെ ആഘോഷത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാകും എല്ലാവരും. സദ്യയ്ക്കുള്ള പച്ചക്കറി, പലചരക്ക്, പഴം തുടങ്ങിയവ വാങ്ങാനും ഓണക്കോടിയെടുക്കാനും പൂക്കളമൊരുക്കാൻ പൂ വാങ്ങാനുമെല്ലാം മലയാളികൾ ഇന്ന് നടത്തുന്നത് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാകും. ഉത്രാട ദിവസം വൈകിട്ടാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുക. ഉത്രാട ദിവസത്തെ പൂക്കളത്തിനുമുണ്ട് പ്രത്യേകത. ഏറ്റവും വലിയ പൂക്കളങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ഇന്നാണ്. വിപണിയിൽ ഏറ്റവും കൂടുതൽ തിരക്കേറുന്ന ദിവസം കൂടിയാണിന്ന്. പൂരാട ദിനമായ ഇന്നലെയും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്ക് ഉത്സവബത്തയായി 7,000 രൂപ വീതവും താൽക്കാലിക ജീവനക്കാർക്ക് പരമാവധി 3,500 രൂപയും അനുവദിക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു മാസ്റ്റർ അറിയിച്ചു. ഉത്സവബത്തയ്ക്ക് തക്ക വരുമാനമില്ലാത്ത ഗ്രേഡ് 3, 4 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കും ആനുകൂല്യം നൽകും. ഇന്ന് നടത്താനിരുന്ന ഉത്രാടം തിരുനാൾ ജലമേളയ്ക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു. ജലമേള തിരുവോണത്തോണിയുടെ പോക്കും വരവും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് കളക്ടർ അനുമതി നിഷേധിച്ചത്. ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ബീഹാറിലെ രാജ്ഗറിൽ ഇന്ത്യ കൊറിയ 2ാം സൂപ്പർ 4 ഘട്ടം മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. ഇന്ന് അടുത്ത സൂപ്പർ 4 ഘട്ടത്തിൽ ഇന്ത്യ മലേഷ്യയെ നേരിടും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസ് ആലപ്പി റിപ്പിൾസിനെ 110 റൺസിന് തോൽപ്പിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ 6 വിക്കറ്റിനും പരാജയപ്പെടുത്തി. ഇന്ന് ആലപ്പി റിപ്പിൾസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. വൈകിട്ട് കാലിക്കറ്റ് തൃശൂരുമായി മത്സരിക്കും. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മലബാർ മേഖലാ കമ്മിറ്റി മഞ്ചേരിയിൽ 300ഓളം കാഴ്ചാ പരിമിതർക്ക് ഭക്ഷ്യക്കിറ്റുകളും ഓണക്കോടികളും വിതരണം ചെയ്തു. തുടർന്ന് കാഴ്ചാ പരിമിതരുടെ കലാവിരുന്നും ഒരുക്കിയിരുന്നു. സംഘടനയുടെ ഓണാഘോഷ പരിപാടി UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ കടമത്ത് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ 56 വിദ്യാർത്ഥികൾക്ക് നൽകിയ ഇന്റേൺഷിപ്പിന്റെ പൂർത്തീകരണ പരിപാടിയും യാത്രയയപ്പും എറണാകുളത്ത് സംഘടിപ്പിച്ചു. കേരളത്തിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. ഹോട്ടൽ വ്യവസായ മേഖല അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ യുവജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ടൂറിസം മന്ത്രാലയത്തിന്റെ റീജിയണൽ ഡയറക്ടർ വെങ്കടേശ്വരൻ ദത്താത്രേയൻ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇടുക്കി അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ ഒരേ സമയം 25 പേരിൽ കൂടുതൽ കയറുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൂക്കുപാലത്തിന്റെ ബലക്ഷയം മുൻനിർത്തിയാണ് തീരുമാനം. കാസർകോട് ജില്ലയിലെ പരപ്പ ആസ്പിരേഷൻ ബ്ലോക്ക് പരിധിയിൽ മസ്തിഷ്ക രോഗങ്ങൾക്കും പാർക്കിൻസൺസ്, അപസ്മാരം, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾക്കും തുടർ ചികിത്സയ്ക്കും മറ്റു തെറാപ്പികൾക്കും ബ്രെയിൻ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ആരംഭിക്കും. രാജ്യത്തെ 12 അഭിലാഷ ജില്ലകളിലാണ് നിലവിൽ ഈ സൌകര്യം ലഭിക്കുന്നത്. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു. കടപ്പുറത്ത് വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ചരക്ക് സേവന നികുതിയിൽ ഇളവ് വരുത്തി വരും തലമുറ പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഗുണകരമാകുന്ന തരത്തിൽ GST നിരക്ക് കുറയും. വരും തലമുറ GST പരിഷ്കരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും നേർക്കണ്ണാടിയാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവോണപ്പുലരിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാടും നഗരവും മാവേലി മന്നിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ കൊറിയ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.